ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം എന്നെ ശക്തീകരിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. യഹോവയായ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ജനനം മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ നാം ദൈവത്തെ ആരാധിക്കുക. മാതാപിതാക്കളിലുള്ള കേട്ടറിവിലൂടെ അവർ നമ്മൾ പകർന്നു തന്ന വചനത്തിലൂടെയാണ് ആദ്യ പാഠങ്ങൾ നാം പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ നാം ആരാധന നടത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരു ചോദ്യചിഹ്നം കൂടെ ഉയരുന്നുണ്ട്. ഈ യേശു ആരാ? ഈ യേശു, ഈ ദൈവം ആരാണ് എന്നുള്ള അവബോധമാണ് നമുക്ക് ഇന്ന് ആവശ്യം. അങ്ങനെ തിരിച്ചറിഞ്ഞ 2-3 പേരുടെ പ്രത്യേകമായ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല, വായിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല, പിന്നെയോ അനുഭവിച്ചറിയുന്ന, രുചിച്ചറിയുന്ന ഒരു ദൈവത്തെ ആണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമുക്ക് യേശുവിൽ, ദൈവത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. യോനയുടെ പുസ്തകം, ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് യോന. പഴയ നിയമമാണ്, നിങ്ങൾക്കറിയാം. 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഏറെ ശ്രദ്ധേയമാണ്. യോനയെക്കുറിച്ചൊക്കെ നാം കാണുന്നുണ്ട്. യോന അനുസരണക്കേടാണ് നടത്തിയത്. നിനിവയിലേക്ക് പോകുന്നതിന് പകരം തർശീസിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ വേദത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അവന് പ്രവാചകനായിരുന്നു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. ആ സംഭവങ്ങളൊക്കെ കടലിൽ, ആ പടകിൽ, കപ്പലിൽ നടന്നപ്പോൾ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ആ പ്രശ്നങ്ങളുടെ മധ്യേ ഇതാര് നിമിത്തമാണ് ഇത് നടന്നതെന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് കപ്പൽ പ്രമാണിയും അവിടെയുള്ള ആളുകളും കൂടെ ഒത്തുകൂടി അവസാനം ഇതാ സുഖമായിട്ട് കിടക്കുന്ന യോനയെ കാണുകയാണ്. യോനയെ വിളിച്ചു, നീ ആരാ? നീ എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദ്യം ചോദിച്ചു. പക്ഷെ യോന കൊടുത്ത മറുപടിയാണ് എന്നെ ഏറെ അതിശയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തത്. അനുസരണക്കേട് കാണിച്ച യോന, വഴിതെറ്റിപ്പോയ യോന എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ യോന കൊടുത്ത മറുപടി എന്നറിയാമോ? 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഞാനൊരു എബ്രായൻ, കടലിനെയും കരയെയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ ഭജിച്ചു വരുന്നു. അതാണ് അവൻ കൊടുത്ത മറുപടി. കാരണം അവന് ഈ യഹോവ ആരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അവൻ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. അവൻ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. പക്ഷേ അവൻ രുചിച്ചറിഞ്ഞ ദൈവത്തെ അവൻ വീണ്ടും ഏറ്റുപറയുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ആരെന്നറിയാമോ? ഈ ആർത്തിരമ്പുന്ന കടലിനെയും ഈ കാണുന്ന കരയെയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നവനാണ് എന്ന വലിയ ശക്തമായ ഭാഷയിൽ യോന പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയം സ്വർഗം തീരുമാനിച്ചു ഇവനെ രക്ഷപ്പെടുത്തണമെന്ന്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴൊക്കെ യോനയുടെ പ്രാർത്ഥനയാണ്. അതവിടെ നിൽക്കട്ടെ. അതാണ് ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവ് യോനയ്ക്കുണ്ടായിരുന്നു. ഈ തിരിച്ചറിവ് ഇന്നിൻ്റെ ആവശ്യമാണ്. പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ രോഗമുണ്ടാകും. ലോകമാണോ? രോഗമുണ്ടാകും. ലോകമാണോ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. കടലാണോ? ഓളമുണ്ടാകും, തിരമാലയുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ കടലിൽ ഇറങ്ങാൻ പോകരുത്. തോണിയുമായി കടലിൽ ഇറങ്ങിയിട്ട് എൻ്റെ തോണിയിൽ തിരയടിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അല്ലെങ്കിൽ തോണിയുമായിട്ട് കരയിലിരിക്കണം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീനെന്നാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അപ്പോൾ വേദനകളുടെയും പ്രതിസന്ധികളുടെ മധ്യേ തികഞ്ഞ വിശ്വാസത്തോടുകൂടി പറയുവാൻ സാധിക്കണം, ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നെ വീണ്ടെടുത്ത ദൈവമാണ്. അവൻ സർവശക്തനാണ്,
അവൻ സർവ്വവ്യാപിയാണ്, അവൻ വാക്ക് മാറാത്തവനാണ്. അത് മരണത്തിൻ്റെ സമയത്തും വേദനയുടെ സമയത്തും രോഗത്തിൻ്റെ സമയത്തും പിന്മാറ്റത്തിൻ്റെ സമയത്തും ഹൃദയത്തിൽ അത് മാറ്റൊരു കൊള്ളുമ്പോൾ ദൈവജനമേ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വീണ്ടും നാം പഴയ നിയമത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഇയ്യോബ് പറയുകയാണ്, ഞാൻ പാപം ചെയ്താൽ നീ അറിയുന്നു, അത് അല്ലെങ്കിൽ കണ്ടുവെക്കുന്നു. നീ എന്നെ ശിക്ഷിക്കാതെ, എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇയ്യോബ് പറയുക. ഇയ്യോബ് ആരായിരുന്നു എന്ന് ആദ്യം തുടങ്ങുന്ന നീതിമാനാണ്, ദോഷം വിട്ടകുന്നവനാണ്, യഹോവഭക്തനാണെന്നൊക്കെ നമുക്കറിയാം. ഇയ്യോബ് ദൈവത്തെക്കുറിച്ചുള്ള വലിയ അവബോധം ഇയ്യോബിനുണ്ടായിരുന്നു. ഇയ്യോബ് പറയുകയാണ്, ഞാൻ പാപം ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം പാപം ചെയ്യുമ്പോൾ അറിയുന്ന ഒരു ദൈവത്തോടുള്ള അവബോധം നമുക്കുണ്ടാകണം. അതാണ് തിരിച്ചറിവ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലേക്ക് പോയാലും, ഏത് യാമങ്ങളിലായാലും, ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലായാലും എന്നെ അറിയുന്ന, എന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഉള്ള ബോധ്യം നമുക്കുണ്ടാകണം. വീണ്ടും ഇയ്യോബ് 9:28 പറയുന്നുണ്ട്, നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണിതൊക്കെ. നീ എന്നെ നിർദോഷിയായിട്ട് എണ്ണുകയില്ല, കാരണം ഞാൻ നിൻ്റെ മകനാ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നവനാ. സകലം നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞ ഇയ്യോബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാമല്ലോ. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് അവൻ്റെ ഭവനത്തിന് ചുറ്റും മലഹമാരുടെ സംരക്ഷണം നൽകി അവനെ അനുഗ്രഹിച്ചു. അവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് ഇസ്രായേലിൻ്റെ ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ കാരണം അതാണ്. അതുകൊണ്ട് അപ്പോൾ യോനയ്ക്ക് പിന്മാറിയ അവസ്ഥയിൽ പോലും, പ്രതിസന്ധികളുടെ മധ്യത്തിൽ പോലും അവൻ ദൈവത്തെ വിട്ട് അവൻ ജീവിച്ചില്ല എന്നുള്ളതാണ്. കാരണം അവൻ രുചിച്ചറിഞ്ഞ, അവൻ കണ്ട് മനസ്സിലാക്കിയ, അവൻ്റെ റിയൽ ലൈഫിൽ അവൻ അനുഭവിച്ച ദൈവത്തെ അവൻ ഏറ്റുപറയുക എത്രേ ചെയ്തത്. ഇയ്യോബും അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് അവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഭാര്യയോട് പറയുന്നില്ല, നീ പൊട്ടി സംസാരിക്കുന്ന പോലെയല്ല സംസാരിക്കുന്നത്, ഇതെല്ലാം തന്ന ദൈവമല്ലേ, അവന് എടുക്കുവാൻ അധികാരമുണ്ട്. അയ്യോ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്താലും, ഞാൻ നേരെ ചെയ്താലും, ഞാൻ ദോഷം ചെയ്താലും, ഞാൻ അകൃത്യങ്ങൾ ചെയ്താലും, ഞാൻ എന്ത് പാപങ്ങൾ ചെയ്താലും നീ എല്ലാം അറിയുന്നു. എൻ്റെ ദൈവമേ, ആ തിരിച്ചറിവ് എനിക്കുണ്ട്. നീ എന്നെ നിർദോഷിയായി എണ്ണുകയുമില്ല എന്ന് ബോധ്യം എനിക്കുണ്ട് എന്ന് ഇയ്യോബ് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് പലപ്പോഴും പ്രോസ്പിരിറ്റി ഗോസ്പലാണ് നമുക്ക് ആവശ്യം. യേശുവിനെ കൊണ്ട് ഒരു മജീഷ്യനെ പോലെ മാജിക്ക് കാണിക്കുവാനായിട്ടുള്ള ഒരു വ്യക്തിയല്ല നമ്മുടെ ദൈവം. പിന്നെയോ തൻ്റെ ക്രൂശോട് തന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. കഷ്ടതയാണ് ശ്രീഹന്മാരുടെയൊക്കെയും അവസാനം നമുക്കറിയാം. എങ്ങനെയാണ് മരിച്ചത് നമുക്കറിയാം. ജീവിതം നമുക്കറിയാം. കഷ്ടതയിലൂടെയാണ് അവർ യാത്ര ചെയ്തത്, പ്രയാസങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. പൗരോഹിത്യം പോലും അത് പട്ടുമെത്തയുടെ അനുഭവമല്ല, അത് മുൾക്കിരീടത്തിൻ്റെ അനുഭവമാണ്. യേശു പോലും ഭൂമിയിലേക്ക് വന്നത് 33 വർഷക്കാലം മാത്രമേ അവന് ജീവിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. ആ ജീവിതം മുഴുവനും അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളുടെയും പ്രയാസത്തിൻ്റെയും അവഗണനയുടെയും പരിഹാസത്തിൻ്റെയും നിന്ദിക്കുന്ന പീഡിപ്പിക്കുന്ന അവസ്ഥയൊക്കെ അവന് നേരിട്ടു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം നാം ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് നന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, എനിക്കൊരു രോഗമുണ്ടാകുകയില്ല, എനിക്ക് എങ്ങ് അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ ദൈവത്തെ യഥാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല, ഞാൻ ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ലോകം കഷ്ടതയാണ്, ലോകം പ്രയാസമാണ്. പക്ഷേ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഏതെല്ലാം കഷ്ടതയാണെങ്കിലും ഏതെല്ലാം പ്രയാസമാണെങ്കിലും അതിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ തരണം ചെയ്യുവാൻ ഉള്ള കൃപ അല്ലേ. പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ നേലടിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുമായിരുന്നു. പക്ഷേ പൗലോസിനോട് എന്താ പറഞ്ഞത്? ആ രോഗം അവിടെ ഇരിക്കട്ടെ,
ആ രോഗം അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പനി വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ പറയും, കർത്താവേ ഇത് അനുഭവിക്കാൻ തക്കവണ്ണം ഞാൻ എന്ത് പാവമാണ് ചെയ്തത് എന്ന് നാം വിലപിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തും, കർത്താവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് രോഗം വന്നല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജോലി നഷ്ടപ്പെട്ടുവല്ലോ, പ്രാർത്ഥിച്ചിട്ടിലും എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കഷ്ടതയിൽ അല്ലെങ്കിൽ ഈ സഹനം യേശു തന്നതാണ് എന്നുള്ള ബോധ്യം നമുക്കില്ല. യേശുവിനെ ഒന്നുകൂടി അറിയുവാനും അതിൻ്റെ പിന്നിലൊരു പദ്ധതി ഉണ്ട് എന്നുള്ള തിരിച്ചറിവും ഉണ്ടാകണമെങ്കിൽ ഈ ദൈവം ആരാണ് എന്നുള്ള ബോധ്യം റിയൽ ലൈഫിലൂടെ, റിയാലിറ്റിയിലൂടെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 തീമോത്തിയോസ് 1 അധ്യായം അതിൻ്റെ 12 തിരുവചനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതാണ് ബോധ്യം എന്ന് പറയുന്നത്. എൻ്റെ വിഷയം ഇതാണ്, ഈ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, ഈ ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവ് ആദ്യം നമുക്ക് ആവശ്യമാണ്. പൗലോസ്ലീഹ പറയും, എനിക്കറിയാം ഈ ദൈവം ആരാണ് എന്ന്. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് എനിക്കറിയാം. 3 പ്രാവശ്യം ലോകം മുഴുവനും മിഷണറി യാത്ര നടത്തിയവനാണ്. വിജാതികളുടെ അപ്പോസ്തലനായ പരിശുദ്ധനായ പൗലോസ്ലീഹ ലേഖനങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതിയ പൗലോസ്ലീഹ പറയുക, എനിക്കറിയാം എൻ്റെ യേശുവിനെ, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് ഉള്ള ബോധ്യം എനിക്കുണ്ട്. അവൻ എൻ്റെ ഉപനിധിയാണ്. വരുവാനിരിക്കുന്ന ദിവസം വരെയും എന്നെ സൂക്ഷിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുക. അതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ വചനങ്ങളൊക്കെ എഴുതുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നൊക്കെ പൗലോസ്ലീഹ പറയുവാൻ കാരണം ആ യേശുവിനോടുള്ള തിരിച്ചറിവാ. ആ യേശുവിനുള്ള തിരിച്ചറിവ്, യേശു ആരാണെന്ന് തന്നെ അറിയാം. മരിച്ചതിന് ശേഷം ഞാൻ എവിടെ ചെല്ലുമെന്നുള്ള ബോധ്യം അവനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളെവിടെ എന്നൊക്കെ ചോദിക്കുവാൻ പൗലോസ്ലീഹയ്ക്ക് കിട്ടിയ ആർജവം എന്ന് പറയുന്നത് യേശുവിനെ അവൻ നന്നായി അനുഭവത്തിലൂടെ എക്സ്പീരിയൻസ് ചെയ്തു, അവൻ രുചിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അപ്പോൾ അത്രമാത്രം തീഷ്ണത എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നതാണ് ഏറ്റവും പ്രിയമെന്നുള്ള ആ ബോധ്യം അവന് വരുവാൻ കാരണം അവൻ യേശുവിനെ നന്നായിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നാം അറിയേണ്ട രീതിയിൽ ദൈവത്തെ തിരിച്ചറിയുന്നില്ല. അതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. അറിയേണ്ട രീതിയിൽ നാം യേശുവിനെ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീർ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഈ യേശുവിനെ നാം നിന്ദിക്കാറുണ്ട്, പലപ്പോഴും മാറ്റി നിർത്താറുണ്ട്. കാരണം ഇങ്ങനൊരു യേശുവിനെ ഉള്ള കോൺസെപ്റ്റ് അല്ല, എൻ്റെ യേശു ഇങ്ങനെ ചെയ്യത്തില്ലെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അങ്ങനെയല്ല. യേശുവിനെ നന്നായിട്ട് മനസ്സിലാക്കി ദോഷമായിട്ട് എന്നോട് ചെയ്യുകയില്ല. എന്ത് എൻ്റെ ജീവിതത്തിൽ വന്നാലും അത് പരമ നന്മയ്ക്കായിട്ടാണ്, അല്ലേ? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം എന്നെ കാണുക മാത്രമല്ല, എന്നെ പേര് ചൊല്ലി വിളിച്ചവനാണ് ഈ ദൈവം. എന്നെ പേര് ചൊല്ലി വിളിച്ചവനാണ് ഈ ദൈവം. ആ ബോധ്യത്തോടു കൂടി ഈ യേശുവിനെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ, കുഞ്ഞെ, ഈ ലോക മരുഭൂമി യാത്രയിൽ നിൻ്റെ കൂടെ ഇരിക്കാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഏത് പ്രയാസത്തിൻ്റെയും ഏത് പ്രതിസന്ധികളുടെയും ഏത് വേദനയുടെയും മധ്യേ നിൻ്റെ കൂടെ ഇരിക്കുന്ന നസ്രയനായ യേശു. അതുകൊണ്ട് ഈ യേശുവിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഹാനോക്കിനെ പോലെ വാക്ക് വിത്ത് ജീസസ്. യേശുവിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഞാൻ മടങ്ങി വരട്ടെ. ഈ അവബോധമാണ് നമ്മളെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നാം തളർന്നു പോകും.
അല്ലെങ്കിൽ വേനലടിക്കുമ്പോൾ നാം വാടിപ്പോകും, അല്ലെങ്കിൽ ഒരു ചെറിയ രോഗം വരുമ്പോൾ നാം വാടിപ്പോകും, ഒരു ചെറിയ വീഴ്ച വരുമ്പോൾ നാം വാടിപ്പോകും. പിന്നെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകുകയില്ല. കാരണം യേശുവിനെ അല്ല ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കണ്ണുനീര് തരുന്ന ഒരു യേശുവിനെ അല്ല ഞാൻ മനസ്സിലാക്കിയെന്നുള്ള ആ ബോധ്യതലങ്ങൾ എൻ്റെ ചിന്താധാരകൾ വരുമ്പോൾ ഈ യേശുവിനെ നാം മാറ്റി നിർത്തുന്നതായിട്ട് വരും. അതുകൊണ്ട് യേശുവിൻ്റെ സഹനത്തോട് നമ്മുടെ സഹനമൊന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധ്യതകളാണ് ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത്. കോവിഡ് ഒരുപാട് നമ്മളെ പഠിപ്പിച്ചില്ലേ? ഒരുപാട് നമ്മളെ പഠിപ്പിച്ച് ഒരുപാട് ലോകത്തിന് മാറ്റം വരുത്തിയില്ലേ? ഈ ഭൂമി അതിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഉണ്ടായത് ക്രിയേഷൻ ഫ്രം നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഭൂമി ഉണ്ടായെങ്കിൽ അതിൻ്റെ വർണ്ണങ്ങൾ, അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള സസ്യങ്ങൾ, അല്ലെങ്കിൽ പറവകൾ, മൃഗങ്ങൾ, കന്നുകാലികൾ, അങ്ങനെ മനുഷ്യരുൾപ്പെടെ ഈ ഭൂമി നിറഞ്ഞുവെങ്കിൽ പഴയതിലേക്ക് വീണ്ടും ഭൂമി മാറുന്ന ഒരു യുഗത്തിലാണ് ഞാൻ നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. ഈ പച്ചപ്പൊക്കെ നാളെ നഷ്ടപ്പെടും. ഈ നല്ല ഭൂമിയുടെ ഈ ഫെർട്ടിലിറ്റി നാളെ നഷ്ടപ്പെടും. ജലം നാളെ നഷ്ടപ്പെടും. ജീവൻ്റെ തുടിപ്പ് നാളെ നഷ്ടപ്പെടും. വീണ്ടും ഒന്നുമില്ലാത്ത ഭൂമി ആയി മാറുവാൻ അതിവിദൂരമല്ല എന്നോർത്ത് കൊള്ളണം. അപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം വരണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കാൻ തക്കവണ്ണം നമുക്ക് സാധ്യതകൾ ദൈവം ഈ വചനത്തിലൂടെ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ യേശുവിനെ നന്നായിട്ട് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ബലമില്ലാതായി പോകും, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ബലഹീനതകളുണ്ടാകും, കോട്ടം തട്ടും. അതുകൊണ്ട് ഈ യേശു ആരാണ് എന്നുള്ള ബോധ്യം, യോന പറഞ്ഞതുപോലെ അത്രയും പ്രതിസന്ധികൾ വന്നപ്പോഴും നിനിവയിലേക്ക് പോകുന്നതിന് പകരം തർശീസിലേക്ക് മനഃപൂർവ്വം പോയതാ. അവനറിയാം മനസ്സനക്കേട്. ദൈവത്തിൽ നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവത്തിൽ നിന്ന് അവൻ അകന്ന് പോയി, അവൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോയി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അകന്ന് നിൽക്കുന്ന സമയത്തും നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ രുചിച്ചറിഞ്ഞ, അവൻ വിശ്വസിച്ച, അവൻ മനസ്സിലാക്കിയ, അവൻ കണ്ട് അറിഞ്ഞ, ചേർത്ത് പിടിച്ച ദൈവത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്, ഞാൻ ആരാണെന്നറിയാമോ? ഞാനൊരു എബ്രായൻ. ഈ ആർത്തിരമ്പുന്ന കടലിനെയും ഈ കാണുന്ന കരയെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങളെ, പ്രിയ ദൈവജനമേ, നമുക്കും പറയുവാനായിട്ട് സാധിക്കണം. വീണ്ടും നാം കാണുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലൂടെ ഇയ്യോബ് അത്രമാത്രം ദൈവത്തെ ചേർത്ത് പിടിച്ച് ഏത് പ്രിയ പ്രതിസന്ധികളുടെയും 10 മക്കൾ നൽകി. എല്ലാവരും മരിച്ചപ്പോഴും ഒരു വാക്ക് ദൈവത്തിന് എതിരായിട്ട് പറയാതെ ഇരുന്നു. കാരണം അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞവനാ. എങ്ങനെ തിരിച്ചറിഞ്ഞു? അവനറിയാം, യഹോവയാണ് എനിക്കെല്ലാം തന്നത്, യഹോവയ്ക്ക് എടുക്കുവാൻ അധികാരമുണ്ട്. അതേസമയം നമ്മളായിരുന്നുവെങ്കിലോ, 2 മക്കളുണ്ട്, ഇപ്പോൾ 1 2 ഒക്കെയുള്ള കുടുംബങ്ങളാണ് കൂടുതലും. അപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തു കഴിയുമ്പോൾ പറയും, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ ഈ ദേവാലയത്തിലേക്ക് പോവുകയില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കാതിരിക്കത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കണ്ട, എനിക്ക് കുർബാനയെ സംബന്ധിക്കണ്ട, കാരണം എൻ്റെ കുഞ്ഞു മരിച്ചുപോയി, എൻ്റെ കുഞ്ഞിനെ എടുത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എനിക്ക് പോകണ്ട എന്ന് പലപ്പോഴും മനുഷ്യതയിൽ നമുക്ക് തോന്നും. പക്ഷേ 10 മക്കളും മാറിയപ്പോൾ ഇയ്യോബ് മാറാത്തവനായി ദൈവത്തോട് ഒന്നുകൂടെ ചേർന്ന് ഇരുന്നു. അവൻ്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ ചേർന്ന്. നമ്മളായിരുന്നെങ്കിൽ ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ വേണ്ട, ഇനി ഈ ദൈവത്തെ വേണ്ട, എൻ്റെ എല്ലാ ബിസിനസ്സും പൊട്ടിപ്പോയി, എല്ലാം നശിച്ചു, എൻ്റെ പണമിടപാടുകളെല്ലാം തകരാറിലായി, ഇനിയില്ല, ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഇല്ല എന്ന് നാം മാനുഷികമായി പറയുമ്പോൾ ഇയ്യോബ് ഒന്നുകൂടെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കാരണം അവൻ ദൈവത്തിലുള്ള വിശ്വാസവും ആ തിരിച്ചറിവാണ്
ഈ നമുക്കിന്ന് ആവശ്യം. ആ തിരിച്ചറിവാണ് നമുക്കിൻ്റെ ജീവിതത്തിൻ്റെ ബലമെന്ന് പറയുന്നത്. അപ്പോൾ ഇയ്യോ വീണ്ടും പറയുകയാണ്, ഞാൻ എന്തു ചെയ്താലും എൻ്റെ ദൈവം അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും വലത്തോട്ട് നോക്കുന്നതും ഇടത്തോട്ട് നോക്കുന്നതും എല്ലാം ദൈവം അറിയുന്നു. ഞാൻ ചെയ്യുന്ന പാപം അവൻ അറിയുന്നു, അകൃത്യങ്ങൾ അവൻ അറിയുന്നു. ഇതെല്ലാം ഇയ്യോ പറയാൻ കാരണം ആ ബോധ്യങ്ങളാണ്. വീണ്ടും മൂന്നാമതായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത് പൗലോസ്ലീഹ, പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ യാത്രയുടെ ഇടയിലും തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളുടെ സമയത്തും താൻ രുചിച്ചറിഞ്ഞ, താൻ മനസ്സിലാക്കിയ യേശു, അവൻ പറയുകയാണ് യേശുവിനെ കുറിച്ച്, എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്. അവൻ എൻ്റെ എല്ലാമാണ്, അവൻ എൻ്റെ ഉപനിധിയാണ്. അവസാന ദിവസം വരെ എന്നെ സൂക്ഷിക്കുവാൻ അവൻ മതിയായവനാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എനിക്കറിയാം എൻ്റെ യേശു ആരാണ് എന്ന്. എനിക്കറിയാം. അപ്പോൾ ആ അറിവാണ് നമുക്കിന്ന് ആവശ്യം. ഇന്ന് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ചെറിയ വേദന വരുമ്പോൾ യേശുവിനെ മാറ്റി നിർത്തിയാ, എനിക്കറിയത്തില്ല യേശുവിനെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ യേശു ഇല്ല എന്ന് പറയുക, എനിക്കറിയത്തില്ല യേശുവിനെ. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ മരണശേഷവും എവിടെ ചെല്ലുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് ആണ് പൗലോസ്ലീഹായും വലിയ ആഗ്രഹത്തോടുകൂടി മരണത്തെ പുൽകുവാൻ കാംക്ഷിക്കുന്നത്. മരണത്തെ പുൽകുവാനുള്ള ആകാംക്ഷ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മരണത്തെ ചേർത്ത് പിടിക്കുവാനുള്ള ആകാംക്ഷ. കാരണം മരണം ഒന്നിൻ്റെയും അവസാനമല്ല. മരണത്തിലൂടെ എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കുമല്ലോ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുവാൻ കാരണം അവൻ എൻ്റെ ഉപനിധിയാണ്. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങൾ വചനത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുമ്പോൾ, ഈ ആധുനിക യുഗത്തിൽ ഞാൻ നിങ്ങളും ജീവിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ചെറിയൊരു ബിസിനസ് തകരാറ് വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുക, ചെറിയൊരു ഫാമിലി പ്രോബ്ലം വരുമ്പോൾ ഇനി എന്തിനാ ജീവിക്കുന്നത്, ഇനി ജീവിതം കൊണ്ട് അർത്ഥമില്ല. ഒരു ചെറിയ ഇന്ന് വളരെയധികമായിട്ട് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യ എന്ന് പറയുന്നത് സാത്താൻ്റെ, നിരാശ എന്ന് പറയുന്നത് സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഇന്ന് പലപ്പോഴും യേശുവിനെ അറിയുന്നവരും ദേവാലയത്തിൽ പോകുന്നവരും വിശുദ്ധ സ്വീകരിച്ചവരും പ്രാർത്ഥിച്ചവരും ഒക്കെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവർ യേശു ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ആരാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വേദനകൾ വരുമ്പോഴാണല്ലോ ഇത് ചെയ്യുന്നത്. അത് വരുമ്പോഴും ഇയ്യോനെ പോലെ, പൗലോസ്ലീഹയെ പോലെ, യോനയെ പോലെ ആ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ അത് ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത് പറഞ്ഞ് തലമുറക്ക് കൊടുക്കുവാൻ, ഇത് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാൻ, ഇത് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് ഈ ഒരു പുതിയ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യതകൾ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നല്ല പ്രത്യാശയുള്ള, വിവേകമുള്ള, വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം, വെളിച്ചത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള സൂര്യകിരണങ്ങളും നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും എല്ലാവിധമായിട്ടുള്ള പ്രകാശപൂരിതമായി തീരുവാൻ തക്കവണ്ണം ഈ വചനം സാധ്യതകൾ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ബോധ്യം ഒരു കാര്യം മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തിയുള്ളൂ, ഈ ദൈവം, ഈ യേശു ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത്. ആ ബലം പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് നിരാശ വരികയില്ല, നമുക്ക് വേദന വരത്തില്ല, നമുക്കിട്ട് അത് അമിതമായിട്ട് ദുഃഖിക്കേണ്ടി വരത്തില്ല. കാരണം എൻ്റെ കർത്താവ് ആരാണെന്ന് എനിക്കറിയാം, ഞാൻ എവിടേക്കാണ് പോകുന്നത് എനിക്കറിയാം, എങ്ങനെ ജീവിക്കുന്ന എൻ്റെ യേശു എന്നെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കേൾക്കുന്ന എവിടെ മേലും ഈ ഒരു ബോധ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരട്ടെ,
ഈ വചനങ്ങൾ, യേശു ദൈവം ആരാണെന്നുള്ള ബോധ്യതകൾ ഹൃദയത്തിലേക്ക് കേൾക്കുന്ന വ്യക്തികളിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജീവിതത്തിൽ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും മധ്യേ എല്ലാവിധമായ അനുഗ്രഹവും കൃപയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി